ഭക്തി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവേണ്ടതാ. വഴിപാടിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. എന്തേ ഭക്തിയും വഴിപാടും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്താ വല്ല പ്രളയവും മറ്റോ ഉണ്ടാവോ? അതോ അവിചാരിതമായി വല്ല പ്രശ്നങ്ങളും ഉണ്ടാവോ? മംഗളകരമായൊരു പൂജ കഴിഞ്ഞതും എന്തിനാ അപശകനവും പറഞ്ഞോണ്ട് വരുന്നത്? നല്ലതൊന്നും നിന്റെ വായിന്ന് വരില്ലേ? പറയുന്നത് കേട്ടിട്ടില്ലേ? ബി പോസിറ്റീവ് ഗെറ്റ് പോസിറ്റീവ് എന്ന്. ഹലോ, വാട്ട്? സമരോ? എന്തിന്? ശരി ശരി, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. എന്തു പറ്റി മിഥുൻ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്കേഴ്സ് എന്ത് സമരം ചെയ്യാൻ തുടങ്ങിയെന്ന്. അതെന്തിനാ സമരം? ഐ ഡോണ്ട് നോ മഞ്ജരി. നമുക്ക് അർജന്റായിട്ട് അവിടെ എത്തണം. വാ. ഓക്കേ മിഥുൻ, ഞാനും വരുമോ നിന്റെ കൂടെ? മോം, അത് വേണ്ട. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ചെന്നൊന്ന് സംസാരിക്കട്ടെ. മോം ടെൻഷൻ അടിക്കാതിരിക്കേ. ശരി, മഞ്ജരി സൂക്ഷിക്കണേ. പോ. അത് പിന്നെ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മിഥുനേട്ടൻ പോയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏട്ട് സോൾവ് ചെയ്തോളൂ അമ്മേ. മോളെ മേഘനെ, എന്തു പറ്റി? എന്തോ പ്രശ്നമാണെന്നോ കേട്ടു. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റില് വർക്കേഴ്സ് എന്തോ സമരം തുടങ്ങിയിരിക്കാന്ന്. അതുകൊണ്ട് മിഥുനേട്ടനും മഞ്ജരി അങ്ങോട്ട് പോയിരിക്കാം. വർക്കേഴ്സ് ഇപ്പൊ സമരം ചെയ്യുന്നത് എന്തിനാ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതായിട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. വർക്കേഴ്സ് എല്ലാവരും പഴയ ആൾക്കാരാ. അവരെങ്ങനെ നമുക്കെതിരെ തിരിയുന്നേ? ഇടയ്ക്ക് നിന്ന് ആരാ കളിക്കുന്നതെന്ന് ആർക്കറിയാം? നീ ഇപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. മിഥുൻ പോയിട്ടുണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളും. അതെ, മിഥുൻ സാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. നിങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. ആദ്യം കുറച്ച് മസിൽ പിടിക്കും. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഞാൻ ഇവിടുത്തെ മാനേജർ ആയതുകൊണ്ട് അയാളുള്ളപ്പോ ന്യൂട്രൽ ആയിരിക്കും. കേട്ടല്ലോ? മിഥുൻ സാർ വരുന്നുണ്ട്. വിളിച്ചു. എന്തോടോ അവരുടെ പ്രശ്നം? വരൂ സാർ, സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വർക്കേഴ്സ് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എല്ലാവർക്കും ഭയങ്കര വാശിയാ. എന്തിനാ നിങ്ങൾ വർക്ക് നിർത്തിയിട്ട് സമരം നടത്തുന്നേ? വർഷങ്ങളായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരല്ലേ നിങ്ങളൊക്കെ. ഇത് നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്കും അത് തന്നെയാ പറയാനുള്ളത്. ഈ കമ്പനിയിൽ ഞങ്ങളെല്ലാവരും വിശ്വസ്തരായിട്ട് നിൽക്കുന്നവരായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റോ അധ്വാനത്തിലുള്ള ശമ്പളമോ കിട്ടുന്നില്ല. വാട്ട് നോൺസെൻസ്! വിശേഷങ്ങൾക്ക് ബോണസും പേഴ്സണൽ റീസൺസിന് അഡ്വാൻസും പകുതി നേരം പണിയെടുത്താലും ഫുൾ ശമ്പളവും എല്ലാം അനുവദിച്ചു തരുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്ത് ബെനിഫിറ്റ്സാ നിങ്ങൾക്ക് വേണ്ടേ? മഞ്ജരി, ഡോണ്ട് റേസ് യുവർ വോയിസ്. അതല്ല മിഥുൻ. സംസാരിച്ചോളാം. നീ മിണ്ടായിരിക്ക് പ്ലീസ്. നിങ്ങൾ പറയുന്ന കേട്ടാ ഞങ്ങളെ അങ്ങ് മാളികപ്പുറത്ത് താമസിപ്പിച്ചേക്ക് വന്ന് തോന്നുമല്ലോ. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് തന്നെയാ ശമ്പളം മേടിക്കുന്നേ. അഡ്വാൻസ് തരുന്നുണ്ടെങ്കിലും അത് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലാതെ വെറുതെ തരുന്നൊന്നും അല്ലല്ലോ. ഇനി വിശേഷത്തിന് കിട്ടുന്ന ബോണസ് അത് ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള സകല കമ്പനിയിലും കിട്ടും. ഞങ്ങളുടെ ഡിമാൻഡ്സ് അതൊന്നുമല്ല. ശരി, ആയിക്കോട്ടെ. നിങ്ങളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാ? ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുടെ കൂലി കൂട്ടണം. 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും പെർമനന്റ് ആക്കണം. അത് മാത്രമല്ല, പകുതി പേർക്ക് ഇവിടെ ഒട്ടിയും കിട്ടുന്നില്ല. ഓവർ ടൈം ചാർജസും കൂട്ടണം. IT എഞ്ചിനീയേഴ്സിന്റെ സാലറി കൂട്ടിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഉടനെ തന്നെ നിങ്ങൾക്കും കൂട്ടാന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് അതിൻ്റെതായ ഗെയിൻ ഉണ്ടാവണ്ടേ? സൈറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നതേ ഞങ്ങളെ പോലുള്ള ലേബേഴ്സാ. IT-കാർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് തരുമ്പോഴാ കണക്ക്. ഞങ്ങൾ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നോണ്ടല്ലേ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. ആ ലാഭത്തില് കുറച്ച് തരാൻ എന്താ നിങ്ങൾക്ക് മനസ്സ് വരാത്ത? പറയുന്ന കേട്ടാ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നിരിക്കാന്ന് കരുതുമല്ലോ. പേര് നോട്ട് ചെയ്യാത്രേ. പകുതി നേരവും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് സമയം കളയാനല്ലേ നോക്കുന്നുള്ളൂ.
അതിനെന്തിന് ഞങ്ങൾ ഡബിൾ സാലറി തരണം? ഇപ്പൊ നിങ്ങളുടെ ഈ ഡിമാൻഡ്സിൽ ഒരു സെൻസും കാണുന്നില്ല. ഇത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സമര, അല്ലാതെ ഞാനൊരു റീസണും കാണുന്നില്ല. അതുകൊണ്ട് സമരം നിർത്തിയിട്ട് എല്ലാരും പോയി ജോലി ചെയ്യാൻ നോക്ക്. അതിനർത്ഥം എന്താ? ഞങ്ങളുടെ വിഷമം നിങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല. വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നവർക്ക് യാതൊരു വിലയില്ല. ശരി, ആയിക്കോട്ടെ. ഫൈനലി നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ പറയുന്ന ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ സമരം നാളെ സത്യാഗ്രഹമായി മാറും. ഒരു ദിവസം വർക്കേഴ്സ് പണിയെടുത്തില്ലെങ്കിൽ കമ്പനിക്ക് എന്തുമാത്രം ലോസാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങളുടെ ഡിമാൻഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാ എന്ത് ചെയ്യും നിങ്ങള്? അതെന്താന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുന്ന? എന്ത് ചെയ്യുന്ന? വാട്ട് ഈസ് ദിസ്? പണിക്കാർ ഭയങ്കര ആവേശത്തിലാ. ഇപ്പൊ അവരെ എരിവ് കയറ്റാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാ എന്താ ഉദ്ദേശം? അവര് ഭീഷണിപ്പെടുത്തിയ അത് കണ്ട് ഞങ്ങൾ പേടിക്കണമെന്നോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, തൽക്കാലം അവരുടെ സമരം ഒന്ന് അവസാനിപ്പിക്കാൻ പറ. ഞാനൊന്ന് ആലോചിച്ചിട്ട് തന്നെ വിളിച്ചോളാം. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ദിസ്. ഓക്കെ സാർ. സാറോട് ഒത്തിരി നേരം നിൽക്കുന്നത് നല്ലതിനല്ല. സാറ് പെട്ടെന്ന് വയ്ക്കും. ആയിക്കോട്ടെ, യു ടേക്ക് കെയർ. ഓക്കെ സാർ, പ്ലീസ്. കേൾക്കുന്നുണ്ടോ സാർ? എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നീ വർക്കേഴ്സിനിടയ്ക്ക് ഒരു തീപ്പൊരി കൊളുത്തി വിട്ടു. വെരി ഗുഡ്. ഈ തീ ഒരിക്കലും അണയരുത്. നന്ദൻ ഫാമിലിയുടെ ബിസിനസ് ഇതിൽ കത്തിയെരിയണം. സാർ എന്റെ അക്കൗണ്ടിലേക്ക് കാശിട്ടോണ്ടിരുന്നാ മതി. ഇവിടെ കനൽ കോരിയിടുന്ന കാര്യമൊക്കെ ഞാൻ അതിന്റെ വഴിക്ക് ചെയ്തോളാം. ഓൾ റൈറ്റ്. ഓക്കെ സാർ, ഞാനെന്നാ പിന്നെ വിളിക്കാം. മിഥുൻ, നീ വർക്കേഴ്സിനോട് സംസാരിച്ചോ? എന്താ അവരുടെ പ്രശ്നം? എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അമ്മോ. ഇന്നലെ വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജോലിക്കാരെല്ലാം കൂടെ സാലറി കൂട്ടണം, ബോണസ് വേണം, പൊസിഷൻസ് വേണം, ഇതിനുവേണ്ടി സമരം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആദ്യം യൂണിയൻ ലീഡറല്ലേ നമ്മളോട് ഡിസ്കസ് ചെയ്യണ്ടേ? നേരെ സമരത്തിന് ഇറങ്ങേണ്ട കാര്യം എന്താ? ഡിമാൻഡ് ചെയ്യാനും മാത്രം എന്തോ ഉള്ളു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി ഹൈക്കും കൊടുക്കുന്നുണ്ട്. ലേബർ വർക്കേഴ്സിനെ എല്ലാവരെയും പെർമനന്റും ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുന്നതൊക്കെ അപ്പ കയ്യിലെടുത്ത് കൊടുത്താ ഈ ലേബേഴ്സ് എങ്ങനെയാ മാനേജ്മെന്റിനെ കയ്യിലെടുത്ത് അമ്മാനം ആടും. അവരൊക്കെ ഇല്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള അഹങ്കാരമാ. നാളെ തൊട്ട് സത്യാഗ്രഹം അത്രേ. തുടർന്ന് സ്ട്രൈക്കും ചെയ്യുമെന്നാ പറഞ്ഞേക്കണേ. അവര് ചെയ്യട്ടെ. എത്ര ദിവസം ചെയ്യാൻ പറ്റും? നമ്മൾ മൈൻഡാക്കാതെ വിട്ടുകളഞ്ഞാ ശമ്പളം ഇല്ലാതെ പട്ടിണി കിടക്കുമ്പോ തന്നെ തന്നെ വന്നോളൂ. നീ പറയുന്നത് തെറ്റാണ് മഞ്ജരി. വർക്കേഴ്സിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നതും ശരിയല്ല. വർക്കേഴ്സിനും മാനേജ്മെന്റിനും ഇടയിലുള്ള ബോണ്ടിംഗ് റെയിൽപാളം പോലെ എപ്പോഴും സമാന്തരമായിരിക്കണം. അവര് കഷ്ടപ്പെട്ടാലേ നമ്മളെപ്പോലുള്ളവരുടെ കമ്പനിക്കും ഉയർച്ച ഉണ്ടാവുള്ളൂ. നമുക്ക് ലാഭം കിട്ടിയാൽ മാത്രമേ അവരുടെ കഷ്ടപ്പാടിന് പറ്റിയ പ്രതിഫലം കൊടുക്കാനും ആവൂ.
പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കൂ. സ്റ്റോപ്പ് ഇറ്റ് മേഘനെ. ബിസിനസിന്റെ ABCD അറിയാതെ എന്തോന്നാ നീ വിളിച്ചു പറയുന്നേ? ഇത് കൃഷിപ്പണിയൊന്നുമല്ല, കോടികൾ ഇൻവോൾവ് ചെയ്ത ബിസിനസ്സാ. 4 ദിവസം മുമ്പ് പണിക്ക് കയറിയിട്ട് വലിയ അറിവാളിയാണെന്ന് കാണിക്കല്ലേ? ശരിയാണ്, എനിക്ക് ബിസിനസിന്റെ ABCD അറിയില്ലായിരിക്കും, പക്ഷെ ഒന്ന് മാത്രം അറിയാം. കൃഷിപ്പണിയായാലും കച്ചവടമായാലും നേതൃസ്ഥാനത്തുള്ളവർ സ്വന്തം പണിക്കാരെ മുന്നിൽ നിന്ന് നയിക്കുക വേണ്ടത്. അത് വിട്ടിട്ട് അഭിപ്രായ ഭേദങ്ങളുടെ പേരിൽ തർക്കിച്ച് തമ്മിലുള്ള അന്തരം കൂട്ടരുത്. ഇന്നലെ വരെ ഇല്ലാത്ത ഒന്ന് ഇന്ന് പ്രശ്നമായിട്ട് അവര് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ കാരണവും അതിന്റെ ശരിയായ ഉറവിടവും എവിടെയാന്ന് കണ്ടുപിടിച്ച് പരിഹാരം കണ്ടെത്തണം. അല്ലാതെ അവരുടെ നേരെ വെല്ലുവിളിക്കാൻ ചെല്ലരുത്. മേഘന പറഞ്ഞതിലും കാര്യമുണ്ട്. വർക്കേഴ്സിന്റെ ഉദാസീനത ശാന്തമായ രീതിയിൽ തന്നെ പരിഹരിക്കണം. അവിടെ പ്രശ്നത്തിന് നിൽക്കരുത്. ഈ സമരം ഒരാഴ്ച നീണ്ടുപോയാ നമ്മുടെ കമ്പനിക്കാണ് അതിന്റെ ലോസ്. ജയദേവേട്ടാ, നമ്മൾ എന്തിനാ അവരെ പ്രോത്സാഹിപ്പിക്കണം? ഇവരെ മാറ്റി പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണം. അതൊന്നും അത്ര എളുപ്പം നടക്കില്ല. ഇവർക്കൊക്കെ ഓരോ യൂണിയൻ ഉണ്ട്. അത് മറികടന്ന് വേറെ ആരും ജോലിക്ക് ഇങ്ങോട്ട് വരില്ല. അതിന്റെ അഹങ്കാരം ഈ കാണിക്കുന്നേ. ആന്റി, ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ താഴ്ന്നു കൊടുക്കും തോറും അവര് നമ്മളുടെ തലേ കയറിയിരിക്കും. സോ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. എന്തെയ്യൊന്ന് കാണാലോ. ഇറങ്ങി വരുന്ന ലക്ഷണം ഇല്ലെങ്കിൽ അപ്പം മറിച്ച് ചിന്തിക്കാം. നീ എന്താ ആലോചിക്കുന്നത് അരുണിമേ? മഞ്ജരി പറഞ്ഞതുപോലെ ചെയ്താലോന്നാ. ഞാൻ പറയുന്നത് മേഘനെ, നിനക്കൊരു കുന്തും അറിയില്ല. വെറുതെ ഇടപെടാൻ നിൽക്കണ്ട. അയ്യോ അമ്മേ, മിഥുനേട്ടനെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മുഹമ്മദ് തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനി ആരും അതിനെ എതിർക്കാൻ നിൽക്കണ്ട. അതെ മേഘനെ, സകല കാര്യങ്ങളിലും നിന്റെ അതിബുദ്ധി കാണിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്ക്. ആന്റി, എന്താ ഇതച്ഛാ? അമ്മയോടും മിഥുനേട്ടനോടും അച്ഛനെങ്കിലും ഒന്ന് പറ. വർക്കേഴ്സിനെ ചൊടിപ്പിക്കുന്നത് നല്ലതിനല്ല. അരുണിമയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. ഒന്ന് തീരുമാനിച്ച പിന്നെ മാറ്റമില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, എവിടെയോ എന്തൊക്കെയോ തെറ്റ് നടക്കുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കണം. സാറിനോട് പറഞ്ഞാൽ തീരില്ല ഞങ്ങളുടെ കടപ്പാട്. സാറ് പുറകിലുള്ളത് കൊണ്ട് മാത്രമാ ഞങ്ങൾ അത്ര ധൈര്യമായിട്ട് സംസാരിച്ചത്. ഞങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ സാറ് മനസ്സിലാക്കി തന്നതുകൊണ്ടാ കമ്പനി ഞങ്ങളോട് കാണിക്കുന്ന ചതി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ എന്ത് ചെയ്തോന്നാ? ഞാനും നിങ്ങളെ പോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നവനാ. അതുകൊണ്ടാ നിങ്ങളുടെ നന്മയെക്കുറിച്ച് ആലോചിച്ചത്. ഈ വാശി കൈവിട്ട് കളയരുത്. ഒടുവിൽ മാനേജ്മെന്റ് വഴങ്ങിക്കോളും. ഞങ്ങളുടെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഇങ്ങനെയുള്ള മണ്ട ശിരോമണികളുണ്ടെങ്കിൽ എന്നെ പോലുള്ളവരുടെ കളികളും ഗംഭീരമാകും. താങ്ക്സ്. നോക്കണ്ടായിരുന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധ തെറ്റിപ്പോയതാ. നിങ്ങള് ഇവിടെയാണോ ജോലി ചെയ്യുന്നേ? അതെ മേഡം, ഈ ഇടയായ ദിവസക്കൂലിക്ക് ഞാൻ ഇവിടെ ചേർന്നു. എന്റെ പേര് ചന്തു. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പത്രത്തിൽ എഴുതാൻ വന്ന ജേർണലിസ്റ്റ് ആണോ മേഡം? അല്ലല്ല, ഞാനും ഈ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒരു ചെറിയ എംപ്ലോയിയാ. ഇവിടെ എന്തോ സമരം നടക്കുന്നെന്നറിഞ്ഞപ്പോ എന്തെന്നറിഞ്ഞിട്ട് പോവാന്ന് കരുതി. അത് പറയാൻ എന്തിരിക്കുന്നു, നിരസനത്തിൽ നിന്നുണ്ടായ നിരാശ.
അതിമോഹത്തിൽ നിന്നുടലെടുത്ത അസംതൃപ്തി. അത്രയുള്ളൂ കാര്യം. എന്നോട് ജേർണലിസ്റ്റ് ആണോന്ന് ചോദിച്ചിട്ട് നിങ്ങളാണല്ലോ അങ്ങനെ സംസാരിക്കുന്നേ. നിങ്ങൾ ഇവിടെ ഒരു വർക്കറല്ലേ, അപ്പൊ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതൊക്കെ അറിയാം. ശമ്പളം കൂട്ടണമെന്ന് കുറച്ചുപേര്, പ്രമോഷൻ കൊടുത്തില്ലെന്ന് മറ്റു ചിലര്, ബോണസും OT ചാർജും ഒന്നും പോരെന്നും മറ്റു ചിലര്. യഥാർത്ഥത്തില് വർക്കേഴ്സിനോട് മാനേജ്മെന്റ് അത്രയും അന്യായം കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ലാത്ത പ്രശ്നങ്ങളുടെ ആവിഷ്കാര കല എന്തെന്നറിയാമോ? അമിത ചിന്തയും അത്യാഗ്രഹവും. ചിന്തകൾ കാട് കയറുമ്പോ അത് വേണ്ടാത്ത പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ അറിയില്ലെങ്കിൽ അത് അസംതൃപ്തി ഉണ്ടാക്കും. നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് കിട്ടൂ, അത് മനസ്സിലാക്കണം. എത്ര വലിയ കാര്യ ചന്തു പറഞ്ഞത്. നിങ്ങളെ കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചയാളാന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നേ? എന്ത് ചെയ്യാനാ, എന്റെ കഷ്ടകാലം. ഇവിടെ ഓരോരുത്തരുടെ താല്പര്യമാണ്, യോഗ്യത നോക്കാറില്ല. ആവശ്യം എന്റെ ആയി പോയില്ലേ, കോംപ്രമൈസ് ചെയ്യാതെ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണോ വർക്കേഴ്സ് ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയിരിക്കുന്നേ? കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഇന്നലെ വരെ ഇവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നിങ്ങനെ സംഭവിക്കാൻ ആരുടെയെങ്കിലും മിസ്ഗൈഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സഹനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതെന്താന്ന് ആദ്യം അറിയണ്ടേ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരാ നിങ്ങള്? ഓഫീസ് എംപ്ലോയി ആണത്രേ. ഇവിടെ നടക്കുന്ന സമരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാ. എന്താ കൊച്ചേ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടിട്ട് എന്ന് പറയാൻ വേണ്ടി അയച്ചതാണോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്നെ ആരും ഇങ്ങോട്ട് പറഞ്ഞയച്ചതല്ല. പിന്നെ കാര്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്നാലാവുന്ന എന്തേലും ഒരു സഹായം ചെയ്യാന്ന് കരുതി. നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് അധികാരികളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ ശരിയായൊരു വഴി കണ്ടെത്താൻ കഴിഞ്ഞാലോ. നിങ്ങള് ലീഗൽ അഡ്വൈസർ ആണോ മാഡം? തൽക്കാലം അങ്ങനെ കരുതിയാ മതി. നിങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ ന്യായമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല മാഡം, കൂലി കൂട്ടി തരണം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോസ്റ്റ് പെർമനന്റ് ആക്കണം, OT കൂട്ടി തരണം. അതൊക്കെ നിക്കട്ടെ, ഇതൊന്നുമല്ലാതെ കമ്പനി അധികാരികളുടെ കയ്യിൽ നിന്നും വേറെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ? അതായത് കുറച്ച് വർക്കേഴ്സിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക, നിങ്ങളുടെ യൂണിയനെ മാറ്റി നിർത്തി പുറത്തുനിന്ന് വേറെ വർക്കേഴ്സിനെ കൊണ്ടുവരിക, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാ നഷ്ടപരിഹാരം തരാണ്ടിരിക്കുക, അങ്ങനെ എന്തേലും? അയ്യോ, അങ്ങനൊന്നുമില്ല കൊച്ചേ. കുറെ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്നും പരിഹാരം കണ്ടെത്തിയിട്ടുമുണ്ട്. ഞങ്ങൾ OT കാശിന് വേണ്ടി മനഃപൂർവ്വം പണിയെടുക്കുന്നതല്ലാണ്ട് ഞങ്ങളെ ഒരിക്കലും നിർബന്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റുമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ശരിയല്ലേ? ശരിയാണ്. ഇവരെന്താ ഇത്, ഇവര് ഡൈവേർട്ട് ചെയ്യാണല്ലോ. പ്രശ്നം എന്താണെന്നോ മാഡം, മാനേജ്മെന്റ് ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോ അവരാകെ മാറിപ്പോയി എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. എന്താ ശരി?